തമിഴ്നാട്ടിൽ പടക്ക ഫാക്ടറിയിലെ സ്ഫോടനത്തിൽ മരണം 23 തിരിച്ചറിഞ്ഞത് 8 പേരുടെ മൃതദേഹങ്ങൾ. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരം. അപകടം വിരുദുനഗർ കട്ടനാർപട്ടി വനജ പടക്ക ഫാക്ടറിയിൽ. അപകടത്തിന് പിന്നാലെ ലൈസൻസ് റദ്ദാക്കി ഉത്തരവ്. ഇറാന് വീണ്ടും മുന്നറിയിപ്പുമായി ട്രംപ്. നാളെ യുഎസ് പ്രതിനിധികൾ ഇസ്ലാമാബാദിലെത്തും. കരാറിലെത്താനായില്ലെങ്കിൽ ആക്രമിക്കും. ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും തകർക്കും. വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഇറാനെന്നും ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ ആരോപണം. നാളത്തെ ചർച്ച സ്ഥിരീകരിക്കാതെ ഇറാൻ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ഇന്ധനക്ഷാമം രൂക്ഷമാകാൻ സാധ്യത. പ്രതിസന്ധി ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലുകളുടെ ഗതാഗതം നിലച്ചതോടെ 20 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലുമായി ഇന്ത്യയിലേക്ക് പുറപ്പെട്ട സൂപ്പർ ടാങ്കറും തടഞ്ഞു. കടുത്ത ചൂടിനാശ്വാസമായി കൊച്ചിയിൽ മഴയും കാറ്റും. ആലുവയിൽ മരങ്ങൾ കടപുഴകി വീണു. കൊടും ചൂടിൽ വൈദ്യുതി ഉപയോഗം കുത്തനെ ഉയർന്നു. അണക്കെട്ടുകളിൽ ജലനിരപ്പ് താഴുന്നു. വൈദ്യുതി വാങ്ങാൻ അനുമതി തേടി KSEB. നിതിൻ രാജിന്റെ മരണത്തിൽ വിശദീകരണവുമായി കോളേജ് മാനേജ്മെന്റ്. മരണത്തിലേക്ക് നയിച്ചത് ലോൺ ആപ്പ് ഭീഷണിയെന്ന വാർത്താക്കുറിപ്പ്. CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. അധികൃതരുടെ വാദം തള്ളി കുടുംബം. വയനാട് ടൌൺഷിപ്പിലെ വീട്ടിൽ വിള്ളൽ കണ്ടെത്തിയതിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. മന്ത്രി കെ രാജന്റെ പരിശോധന നാടകമെന്ന് പ്രതിപക്ഷ നേതാവ്. ഗുരുതരമായ ക്രമക്കേടുകളാണ് നടന്നതെന്നും VD സതീശൻ. ആരോപണം തള്ളി മന്ത്രി V ശിവൻകുട്ടി. കുംഭമേള വൈറൽ താരത്തെയും പങ്കാളിയെയും കണ്ടെത്താനായില്ല. മധ്യപ്രദേശ് പോലീസ് മടങ്ങി. വ്യാജരേഖ ചമച്ചെന്ന പെൺകുട്ടിയുടെ പരാതിയിൽ കേസെടുക്കാതെ കേരള പോലീസ്. അന്വേഷണങ്ങൾ വഴിമുട്ടി സ്വർണ്ണക്കൊള്ളക്കേസ്. ED SIT അന്വേഷണം എങ്ങുമെത്തിയില്ല. 6 മാസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാതെ പ്രത്യേക അന്വേഷണ സംഘം. ഇത് മുൻപേ ഞങ്ങൾ പറഞ്ഞതല്ലേ എന്ന് പ്രതിപക്ഷ നേതാവ്. മലക്കപ്പാറയിൽ വയോധികയെ പുലി ആക്രമിച്ചു കൊന്നു. മരിച്ചത് ഷോളയാർ സ്വദേശി ഇന്നാസി അമ്മാൾ. മൃതദേഹം പാതി ഭക്ഷിച്ച നിലയിൽ. തൃശൂർ കൊടാലിയിൽ വീടിനുള്ളിൽ പാമ്പുകടിയേറ്റ കുട്ടികളിൽ ഒരാൾ മരിച്ചു. സഹോദരന്റെ നില ഗുരുതരം.